ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനും മൃതദേഹം ദഹിപ്പിക്കാനുമുള്ള സംവിധാനമൊരുക്കിയ സേവാഭാരതി. മേൽപ്പാടിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനമാണ് സേവാഭാരതി ഒരുക്കിയിട്ടുള്ളത്. സേവാഭാരതിയുടെ നിസ്വാർത്ഥവും ആത്മാർത്ഥവുമായ പ്രവർത്തനമാണ് വയനാടും കാണാൻ കഴിയുന്നത്. മേൽപ്പാടി നിന്നും സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മേപ്പാടിയിലെ സേവാഭാരതി ഭൗതികദേഹങ്ങൾ ദഹിപ്പിക്കുന്ന ഇടത്താണ്. ഇവിടെ നമുക്കറിയാം, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രാന്ത സേവാ പ്രമുഖാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത്. എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത്? ദുരന്തം ഉണ്ടായ സമയം തൊട്ട് നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തകർ ഈ ദുരന്ത സ്ഥലത്തും അതുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിയിലും ബോഡി എടുക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ നമ്മുടെ പ്രവർത്തകർ ആ സമയം മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം മുതൽ ബോഡി ഇവിടെ എത്തി തുടങ്ങി. അതിനുശേഷം ഇവിടെ അതിൻ്റെ സംസ്കരണ യൂണിറ്റ് ഇവിടെ എത്തിച്ചു. ആ പ്രവർത്തനം ഇന്നലെ മുതൽ ദഹനം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ന് 11 യൂണിറ്റ് ഇന്ന് മൊത്തത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ 5 യൂണിറ്റാണ് പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കൂടി ആ ക്രിമിനേഷൻ യൂണിറ്റ് കൊണ്ടുവന്ന് 11 യൂണിറ്റ് ഇന്ന് മൊത്തത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഏതാണ്ട് 200ഓളം വളണ്ടിയർമാർ നമ്മുടെ പ്രവർത്തകരെ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ ആശുപത്രിയിലും മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ആവശ്യമനുസരിച്ച് ആശുപത്രിയിൽ രക്തം കൊടുക്കാനും അതേപോലെ ആവശ്യമനുസരിച്ച് മറ്റ് വസ്ത്രങ്ങളോ അങ്ങനത്തെ സാധനങ്ങളോ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സന്നദ്ധമായിട്ടുള്ള സംവിധാനങ്ങളും സേവാഭാരതി ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ വളണ്ടിയർമാർക്കോ മറ്റ് സേവനം ചെയ്യുന്ന ആൾക്കാർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളും സേവാഭാരതി കരുതിയിട്ടുണ്ട്. ഏത് കാര്യങ്ങളെക്കുറിച്ചും അതാ സമയത്ത് അറിഞ്ഞ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് സേവാഭാരതി ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ തന്നെ ഏറ്റവും ആദ്യം ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടന്നത് സേവാഭാരതിയാണ്. സേവന പ്രവർത്തനങ്ങളിലേക്ക് എന്നും ആദ്യം മുന്നിട്ടിറങ്ങുന്നതും അത് കവളപ്പാറയിൽ പിന്തുടർച്ചയായിട്ട് ഇപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദുരന്ത മുഖത്ത് സേവാഭാരതി ഒരിക്കലും മടിച്ചു നിൽക്കാറില്ല. സ്വയംസേവരും നമ്മുടെ സേവാഭാരതിയുടെ വളണ്ടിയർമാരും ഇതെല്ലാം നമ്മുടെ സഹോദരന്മാരാണ് എന്നുള്ളത് കൊണ്ട് ആ നിമിഷം തന്നെ ഏത് അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലും അവിടെ ഓടിയെത്തി സേവനം ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു മനോഭാവത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഇത്രയും 11 യൂണിറ്റാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? 11 യൂണിറ്റ് ഇന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു 5 യൂണിറ്റ് 6 യൂണിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കി അതെല്ലാം ചേർത്തിട്ട് 11 യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഗ്യാസിലും വിറകിലും ഉള്ള യൂണിറ്റുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതലും വയനാട് ജില്ലയിൽ നിന്നും ബാക്കി സമീപ ജില്ലകളിൽ നിന്നുമാണ് എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്ന് അതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള യൂണിറ്റ് പ്രവർത്തിക്കുന്ന വളണ്ടിയർമാരുണ്ട്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ഏകദേശം 11 യൂണിറ്റുകളോളം ഇന്ന് മുഴുവൻ സമയം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ എത്തുന്നവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും സേവാഭാരതിയുടെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഏറ്റവും വേദനാജനകമായിട്ടുള്ള ചില നിമിഷങ്ങളിലും എപ്പോഴും സേവനത്തിന്റെ ഒരു മുഖം അത് സേവാഭാരതിയുടേതായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. മനോജിനൊപ്പം വി സോണൽ കൃഷ്ണ, ജനം, വയനാട്.